ഇത്ര നേരമായില്ലേ, ഇനി അവള് വരത്തില്ലാന്ന് എനിക്ക് തോന്നണം. അതിന് അവള് നിന്നോട് പറഞ്ഞായിരുന്നോ വരത്തില്ലാന്ന്? വരില്ല. എന്നാ വരില്ലാന്ന്. എന്നാന്ന് വരത്തില്ല, അത്ര തന്നെ. എടി പിശാചി, എന്നാ വൈകിയത്? എടി ഞാൻ ത്രെഡ് ചെയ്യാൻ പോയത്, ആ പെണ്ണുമ്പളെ കൊളാക്കി തന്നു. ഇതാണോ നീ അവള് വരത്തില്ലാന്ന് പറഞ്ഞേ? വെയിറ്റ് കറോ. ഓ മൈ ഡാർലിംഗ്, ഇത്ര നേരം എവിടെയായിരുന്നു? എന്റെ ദൈവമേ, വന്നപ്പോ തന്നെ ഈ സാധനത്തിനെയാണല്ലോ കണ്ടത്. അവളുടെ മോന്റെ കണ്ടറിയാം അവിടെ ഇന്നത്തെ ദിവസം പോയെന്ന്. എന്താണ് ചക്കര ഇത്ര വൈകി? നേരത്തെ കാലത്തൊക്കെ വരണ്ടേ? ചേട്ടൻ പേടിച്ചു പോയില്ലേ? അയ്യോ സോറി ഏട്ടാ, ഞാൻ വിളിച്ചു പറയാൻ മറന്നുപോയി. ഞാനേ ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയത്, ആ പെണ്ണുമ്പളെ കൊളാക്കി തന്നൂന്നേ. ഇതെന്താ ഇവിടെ? എന്റെ പോന്നു രണ്ടും ഒന്ന് പോകുന്നുണ്ടോ? നിനക്ക് എന്തിനാടി അതൊക്കെ? അല്ലാണ്ട് നീ സുന്ദരിയല്ലേ? ഒന്ന് പോന്ന്, ആൾക്കാര് കേട്ട് എന്ത് വിചാരിക്കും? ഓടിവല്ലേ, വേറെ വല്ല പണിയുണ്ടോ നോക്ക്. അവള് വല്ല സുന്ദരി വന്നേക്കണം. ആ പോവാന്നെ, നിന്നോടൊക്കെ മിണ്ടാൻ ആര് നിക്കണം? സിദ്ധു വേബിനെ ബാടാ പോവാം. നിങ്ങ പോക്കോ, ഞാൻ വന്നേക്കാം. ഓ ഈ നാറിയുടെ ഒക്കെ യോഗം ഇജ്ജാതി. എടിയൊന്ന് ഞാനും അങ്ങോട്ട്. എടി എന്തുവാടി, മറ്റേ പിശാചും കൂടെ വന്നിട്ടില്ല. അവളുണ്ടായിരുന്നേ നിന്നെ ഞാൻ വിട്ടേനെ. ഋതിക പ്ലീസ്, ഞങ്ങക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് തരൂ. ആ എന്താന്ന് വെച്ചാ കാണിക്കേ, ഞാൻ പോവാ. അവളും പോയല്ലേ? ആ പോയി. എനിക്ക് ഒറ്റയ്ക്ക് നടക്കണേ തീരെ കുഴപ്പമില്ല. നിന്റെ മറ്റവളെന്ത് ദേവിക? ഒന്നില്ല. സോ സാഡ്. വേണേ ഞാൻ കമ്പനി തരാം. അയ്യടാ, മോൻ വേറെ വല്ല പണിയുണ്ടോ നോക്ക്. അവളും എല്ലായിടത്തും പൊതിച്ചുകൂടി കിടന്ന് ഉറങ്ങണ്ട. ഒരു സെക്കൻഡ് മതിയില്ല പെണ്ണിന് കിടന്ന് ഉറങ്ങാൻ അയച്ച്. ഞാൻ എപ്പോ ഇരുന്ന് ക്ലാസ്സിൽ അവളെ നോക്കിയാലും മതി, അവള് കിടന്ന് ഉറക്കം തന്നെയാണ്. അതിന് നീ എന്തിനാ അവളെ നോക്കുന്നേ? എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കണ ഭയങ്കര ഇഷ്ടാ. ഓ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഓ പോടി അവിടെ നിന്ന്. എടി പൊടിന്നൊന്നും വിളിക്കണ്ട, അവക്കൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി. ഓ നിനക്ക് മാത്രം എന്ന് വിളിക്കും, ഞങ്ങൾക്കൊന്നും വിളിക്കാൻ പാടില്ല. അതെ, ബിക്കോസ് ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. എടാ നമുക്ക് പോ, അവളുടെ നോട്ടം തീരെ ശരിയല്ല. എന്താണ് രാവിലെ തന്നെ രണ്ടുപേരും കൂടെ അവിടെ മെക്കിട്ട് കയറാൻ തുടങ്ങിയാ? എടാ നീ വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ പോവാ. എന്റെ മോളെ, നീ എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ വിചാരിച്ചിന്ന് പോസ്റ്റ് ആവുന്നു. മേത്തിച്ചിട്ട് വന്നില്ല? ആ വന്നു. അപ്പൊ തന്നെ ഇതിന്റെ കൂടെ പോവുകയും ചെയ്തു. അല്ല എന്താണ് ഇവന്മാർ രണ്ടുപേരും കൂടെ? ആരും എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും കൂടെ എനിക്ക് കൂട്ടിയിരിക്കാൻ വന്നതാ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇവളുടെ കൂടെ കൂട്ടിയിരുന്നോളാം. ഇപ്പൊ രണ്ടും പോവാൻ നോക്ക്. മോനെ നീ പുറകെ പോന്നേരെ, ഞാൻ പോവാട്ടാ. ദേവിക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്നെ ഇടയ്ക്കിട്ട് കയറാൻ നിൽക്കരുതെന്ന്. അതിനവള് നിന്റെ ആരാ? അവൾ എന്റെ എല്ലാം 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 എല്ലാം. കുത്തു ബാക്കി. ഓ താങ്ക്സ്. ബാക്കിയല്ലേ? ബാക്കി ആണ്. വാവ്, അവന് നിന്നോടുള്ള സ്നേഹം അവൻ എത്ര മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. പക്ഷെ പോവാണ്, എനിക്ക് നാണം വന്നു. അയ്യേ എണിച്ചു പോടാ. പറഞ്ഞിട്ടില്ലേ, നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്? നിന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലമൊന്നും അല്ലല്ലോ എന്നോട് എനിക്ക് പോവാൻ പറയാനായിട്ട്. അതെ അങ്ങനെ തന്നെ. എന്തി ഋതിക, താൻ എന്തായി കാണിക്കുന്നേ? എന്തുവാ മിസ്സേ? ഈയിടെയായിട്ട് തന്റെ അഹങ്കാരം ഉള്ളതിൽ കൂടുതലാണല്ലോ. മിസ്സേ എന്തുവാ ഇത്? അതിന് അവൾ എന്തുവാ ചെയ്തേ? എന്തുവാ ചെയ്തെന്നോ? നിങ്ങൾ രണ്ടും കണക്കാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അർജുന്റെ അടുത്ത് മിണ്ടാനോ ഒന്നിനും പോവാൻ നിൽക്കരുതെന്ന്. നിങ്ങളുടെയൊക്കെ പാരന്റ്സിനെ വിളിച്ച് മടുത്ത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അർജുനായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? അത് പിന്നെ ഇങ്ങനെയാണല്ലോ, എന്തോന്നാലും നമ്മളെ കലട്ടാലോ. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഋതിക, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. മിസ്സേ അവനാ, ഞങ്ങളല്ല. ദേവിക, എനിക്ക് തന്റെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. പ്രിൻസിപ്പളിന്റെ റൂമിട്ട് വാ. രണ്ടുപേരും ഇപ്പൊ തന്നെ വന്നേക്കണം. ശരിയെന്നാ, പോയി മുഖം കാണിച്ചേച്ചു വാ. അർജുൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ അപ്പൊ തന്നെ എന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തേക്കാം. ഓക്കെ മിസ്, എന്തേലും സംഭവിച്ചെങ്കിൽ ഞാൻ സ്പോട്ടിൽ അറിയിച്ചേക്കാം. എന്തിനാടാ പാവങ്ങളായിട്ട് ഇങ്ങനെ വെറുതെ കേൾപ്പിക്കുന്നേ? ഡെയിലി നിന്റെ പേരും പറഞ്ഞ ആ പെണ്ണുങ്ങളുടെ വായിൽ നിന്ന് അതുങ്ങളൊക്കെ കേൾക്കുന്നത്. നിന്റെ അടുത്തോട്ട് വന്ന് അതുങ്ങൾ എന്തെങ്കിലും നിന്നോട് പറയാറുണ്ടോ? നീ ആയിട്ട് അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, അവസാനം അതുങ്ങളുടെ തലയിൽ എല്ലാം ആയിരിക്കും. അതുങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അല്ലേ? നിനക്ക് ആലിസ് അവിടെ ഉള്ളതുകൊണ്ടല്ലേ? അവൾമാർക്ക് എന്നോട് തീരെ റെസ്പെക്ട് ഇല്ല, അപ്പൊ ഇതൊക്കെ കിട്ടണം. നിന്നെ റെസ്പെക്ട് ചെയ്യാൻ മാത്രം അവൾമാരുടെ തന്തയൊന്നും അല്ലല്ലോ നീ. അവളുടെ തന്തയല്ലായിരിക്കും, പക്ഷെ എനിക്ക് കിട്ടേണ്ടത് അവളുടെ നിന്ന് കിട്ടണം. അങ്ങോട്ട് തീർച്ചെന്ന് ചൊറിഞ്ഞ് മേടിക്കാൻ നിൽക്കരുത്. അതുങ്ങളായോണ്ട് പറയാം, നല്ല പണി കിട്ടും. എവിടം വരെ അത് പോകുന്നു നോക്കാം. നിനക്ക് പ്രാന്താടാർക്ക, വേറെ പണിയുണ്ടോ നോക്ക്. ഞാൻ അബിന്റെ അടുത്ത് പറഞ്ഞത് ആ കിഴങ്ങനിട്ട് കേൾക്കണമില്ല. അവന് ഇനി മാത്രം എന്നോട് എന്താ കുഴപ്പമെന്ന് അറിയില്ല. ഡെയിലി ചീത്തയായിട്ട് മടുത്ത്. പിന്നെ ഒരു കൊല്ലോടെ സഹിച്ചാൽ മതിയില്ലെന്ന് ഓർത്തിട്ടാ ഞാൻ. നീ ഇങ്ങനെ പതിയും കൂടി നിൽക്കണോണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പണ്ടേ ശരിയാക്കായിരുന്നു. വേണ്ടടി, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നീ എന്തുവാടി ഇങ്ങനെ? ഇനി അവൻ പറഞ്ഞു നടക്കണമല്ലോ, നിനക്ക് അവനല്ല ഇഷ്ടമാണോ? അതെ, അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാ. അതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും ഏത് സമയം കെട്ടിപ്പിടിച്ചോണ്ട് നടക്കണേ.
എനിക്കെന്തായാലും ഭാഗ്യമുണ്ട്, എനിക്ക് കിട്ടിയില്ലല്ലോ. അത് തന്നെ ഈ പിശാശ എല്ലായിടത്തും അതെ കൃത്യസമയത്ത് ഊരിപ്പോ നോക്കും. നമുക്ക് രണ്ടുപേർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുങ്ങളുടെ ശല്യം ഒന്ന് ഒഴിവാക്കായിരുന്നു. തോന്നുന്നവരെ പോയി പ്രേമിക്കാൻ പറ്റത്തില്ലല്ലോ. അവന്മാരെയൊക്കെ പവർ കൂടി ആക്കാർ വേണം. എന്നാ പിന്നെ അവരെ തന്നെ നോക്കണായിരിക്കും നിങ്ങക്ക് നല്ലത്. ആ അതൊരു നല്ല ഐഡിയ ആണ്. ഇതും പറഞ്ഞുകൊണ്ട് ചില അവന്മാരിപ്പൊ സമ്മതിക്കും. നോക്കുവാണെങ്കിൽ കൂട്ടത്തിൽ കൊള്ളാന്ന് ആരവാ. കോഴിയാലെന്താ. അപ്പൊ എനിക്കോ? സിദ്ധാർത്ഥ ഫ്രീ അല്ലേ, അവനെടുത്തോ. അയ്യടാ വേറെ വല്ല പണിയുണ്ടോന്ന് നോക്ക്. അന്നാ അർജുന നോക്ക്, വേറെ ആരുമില്ല. അയ്യോ അവന്റെ ഗേൾഫ്രണ്ട് എന്നാന്ന് പറയുന്ന തുണിയിലാണ് നടക്കുന്ന ഒരേപോലെ. ഇത്ര വലിയ നാണക്കേട് വേറൊന്നും വരാനില്ല എനിക്ക്. വേറെ വഴിയില്ല, സിദ്ധാർത്ഥ് മാത്രമേ ഉള്ളൂ അർജുനെ പറ്റില്ലെങ്കിൽ. ആ സിദ്ധാർത്ഥെങ്കിൽ സിദ്ധാർത്ഥ് ആരെങ്കിലും മതി. അങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ നൈസായിട്ടങ്ങ് തേക്കും. അപ്പൊ ഓക്കെ, എനിക്കരവും നിനക്ക് സിദ്ധാർത്ഥും. ഓ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഒന്നും തുടങ്ങിയില്ല, അതിനേക്ക് മുമ്പ് എല്ലാം പൊളിഞ്ഞു. അല്ല നീ എന്താ ഈ നേരത്ത് ഇവിടെ? ഈ നേരത്തെ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ അടി വേണ്ട ഞാൻ പോയിരിക്കണ്ടേ? അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ അതല്ലല്ലോ പറഞ്ഞു വന്നത്. ആരും സിദ്ധു, ആരും ഇപ്പൊ ഇവിടെ ഇല്ല, പക്ഷെ സിദ്ധു ഉണ്ട്. സിദ്ധു ഒന്നങ്ങ് വന്നാടാ. യെസ്, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇവിടെ ഒരാൾക്ക് നിന്നോട് ഭയങ്കര പ്രേമം. എന്നോടാ? അത് എന്നോട്? ആടാ, എന്നാൽ ആരാണ് ആ ഭാഗ്യവതി? നമ്മുടെ വൈഷ്ണവേട്ടന്റെ മോൾക്ക്. നീ വെറുതെ ചിരിപ്പിക്കല്ലേ. ഞാനുള്ള കാര്യം പറഞ്ഞാടാ. ആണോ ഋതുക? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ട? സിദ്ധാർത്ഥ അത് എന്നെ ഇങ്ങനെ നോക്കല്ലേ പെണ്ണ്, നാണം തന്നെ. എന്താടി നിനക്കിപ്പോ ഒന്നും പറയാനില്ല? അവനെ ഇഷ്ടമാണെന്നൊന്ന് പറ നീ. അർജുൻ നിനക്ക് എന്താ കുഴപ്പം? എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? നീ അവന്റെ മെക്കിട്ട് കയറാണ്ട് കാര്യം പറ. നിനക്കെന്നെ ഇഷ്ടമാണോ? എടാ അതൊന്നുമില്ല, ഞങ്ങള് വെറുതെ തമാശക്ക്. ഉത്തരം പറയാൻ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല ദേവിക. ഞാനിവിടെ നിൽക്കുമ്പോ നിനക്ക് അവനെ വേണമല്ലേ? അർജുന സിദ്ധാർത്ഥ, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇത് ഞാനാ പറഞ്ഞു, വെറുതെ ഞങ്ങള് തമാശക്ക് പറഞ്ഞതാ. പറ, നിന്നോട് ഞാൻ കാര്യമായിട്ട് ചോദിക്കണം, അവനെ നിനക്ക് ഇഷ്ടമാണോ? എടാ നീ അവിടെ കൈ വിട്. എടാ നീ അവിടെ കൈ ഇവിടെ എന്താ കാണിക്കുന്നേ? ആൾക്കാര് കാണും. ആലിസേ നീ ഒന്നും പറയണ്ട, അവൻ എന്താന്ന് വെച്ചാ കാണിച്ചോട്ടെ. ഓഹോ, അപ്പൊ നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം? അന്ന് എന്നെ ഒന്ന് ഇഷ്ടമെന്ന് പറ. അർജുൻ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? എന്തിനാ എന്നിട്ട് ശല്യപ്പെടുത്തുന്നേ? നീ കാരണം പഠിത്തം നിർത്തിയാലോ എന്നൊരു ആലോചിക്കുക ഞാനിപ്പോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നിന്റെ അടുത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഐ ലവ് യു പറഞ്ഞാൽ മതി. എന്തിനാടാ വെറുതെ എന്നെ? പറയടി. എടാ ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ട് കൂടെ ഇല്ല. ഇവിടെയുള്ള എല്ലാവർക്കും പറയാമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം എന്താ പറയാൻ പറ്റാത്തത്? എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ല അർജുൻ. ദേവിക, നീ ആവശ്യമില്ലാത്തടത്ത് വാ തുറക്കണ്ട. സിദ്ധാർത്ഥ നീ വെറുതെ അവളുടെ മെക്കിട്ട് കയറണ്ട. ഞാൻ അവനോട് ഐ ലവ് പറഞ്ഞാ പോരെ. അർജുൻ ഐ ലവ് യു. കണ്ട, ഇത് ഇത്രേ ഉള്ളൂ, അത്ര വല്ല മെനക്കെട്ട പരിപാടിയൊന്നും അല്ല. ഇനി ദേവി പറ, അല്ലെങ്കിൽ വേണ്ട, നിനക്ക് വേറൊരു പണി തരാം, പിന്നെ തരാം. പക്ഷെ നീ അത് ഈ ജന്മത്ത് മറക്കൂല മോളെ. നിനക്ക് ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിലും യു ആർ ഒഫീഷ്യലി ഹിസ് ഗേൾഫ്രണ്ട് നൗ. ഇതിലും ചെറുതെന്തോ നിനക്ക് വരാനിരുന്നത് എൻ്റെ ഋതു. ഇങ്ങനെ നിർബന്ധിച്ച് ഇഷ്ടം പറയിപ്പിക്കുന്നത് നല്ല കാര്യമല്ല കേട്ടോ. ഇതാരെ ഈ പറയണ? നീ ആ എബിന്റെ പുറകെ നടന്ന് അവനെ വെറുപ്പിച്ച് ഇഷ്ടം തിരിച്ച് പറയിപ്പിച്ചല്ലേ അടി വേണേ? അപ്പൊ ഓക്കെ, പിന്നെ കാണാം മൈ ഡാർലിങ്. പിന്നെ അവൻ പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് വെറുതെ 2 ദിവസം കഴിയുമ്പോൾ നിന്റെ കാര്യം തന്നെ അവൻ മറന്നു നോക്കോളും. പിന്നെ ദേവുട്ടി, നാളെ പറ്റുവാണെങ്കിൽ നേരത്തെ വന്നെ ഒന്ന് കാണണം. എന്ത് കാര്യത്തിന്? അല്ല, ഏതെങ്കിലും ദിവസം നീ നേരത്തെ ക്ലാസ്സിൽ വന്നൊന്ന് കാണാനായിട്ടായിരുന്നു. അയ്യേ ആണാ? ആ ശരിയെന്നാ, ഞാൻ പോവാ, അല്ലെങ്കിൽ ഒരു തിരക്കും. ഏടി അർജുനാണ് ഇവനെയൊക്കെ ഭേദം എനിക്ക് തോന്നുന്നു. ഓ എന്റെ മോളെ, എനിക്ക് ഇപ്പോഴും സന്തോഷമായത്. ഇന്ന് ഞാൻ ആഘോഷിക്കും. നീ അധികമായിട്ടങ്ങ് സന്തോഷിക്കണ്ട, അവൻ വെറുതെ പറഞ്ഞാണെങ്കിൽ തീർന്നു. അത് തന്നെ, അവനെ ഇഷ്ടമാണെന്ന് എത്ര പേര് പറഞ്ഞേക്കണ്. എന്നിട്ട് അവൻ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതിന്റെ കാര്യം നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം. വളയ്ക്കാൻ നോക്കിയ സിദ്ധാർത്ഥനാണെങ്കിലും അതിലും മേളിയിരിക്കണ ആളെ എനിക്ക് കിട്ടിയില്ലേ, അതോർത്ത് നോക്ക്. എടി അതിനും ഭേദം സിദ്ധാർത്ഥ. അർജുന്റെ അത്ര കച്ചറയല്ലല്ലോ. എന്തോന്ന് പോടി അളന്ന്, അർജുന സിദ്ധാർത്ഥിനേക്കാ ഭേദം. പിന്നെ നാളെ അവൻ നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും വലിഞ്ഞേറി ചെന്നോളണം. കുറെ നാളിങ്ങനെ നടക്കുമ്പോ പിന്നെ അവൻ നിന്നെ അനുസരിച്ച് നടന്നോളും. അത് തന്നെ, പക്ഷെ എന്നാലും അവൻ എനിക്ക് എന്ത് പണി തരുമെന്നാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി അടുത്ത ആളുടെ കാര്യം നോക്കാം. ആരവ് കുറച്ച് ടഫാണ്, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. തെടി അവര് വന്നുണ്ട്, വേഗം വേറെ റെഡിയായി നിക്ക്. വാടച്ചോയ്ക്കൊരു പട്ടി നാച്ചുറലായിട്ട് അഭിനയിക്കുക, ഓവറാക്കി കൊളാക്കാൻ നിൽക്കണ്ട. ഞാൻ അവിടെ നിൽക്കാം. ഹായ് അരവേ, സുഖമല്ലേ നിനക്ക്? Yes, I'm fine. What do you want? അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. എന്തുവാ കാര്യം പറ.
അത് പിന്നെ എനിക്ക് നിന്നോട് വട്ടായ സാധനത്തിന് എന്തുവായി കാണിക്കുന്നേ? ആരോ ഐ തിങ്ക് ഐ എം ഫാളിങ് ഫോർ യു. ഇതിനാണ് അതൊക്കെ കാണിച്ചു കിട്ടിയത്. എന്താ പറ്റിയ എല്ലാത്തിനും? എന്താ പ്ലാൻ? ഇതെന്താടി ഇവനൊരു വേസ്റ്റ് കണ്ട ലുക്ക്? അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. മക്കളെ, ഇതിന്റെ അപ്പുറത്തെ ടെസ്റ്റ് നമ്മൾ പാസ്സായി വന്നിരിക്കണാണ്. അപ്പൊ നിങ്ങൾ എന്താ കാണിക്കണേന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലാവും. പിന്നെ ഇതിന്റെ തുടക്കം ഞാൻ ഇന്നലെ കണ്ടതാണോ, അതുകൊണ്ട് മോള് പോയി വേറെ ആരെങ്കിലും നോക്കാൻ നോക്ക്. അരവിന്ദ്, നീ കാര്യം ആരോടും പറയരുത്. ആ ചെല്ലല്ലേ, അവന്മാര് ക്ലാസ്സിന്റെ ഫ്രണ്ടേ ഉണ്ട്. താങ്ക്സ്. പിന്നെ എന്റെ അടുത്ത് കാണിച്ചാലും അവിടെ പോയി ഓവറാക്കി കൊളാക്കരുത്. ഇത് ഇത്തിരി ഓവറാണ്. പിന്നെ ഋതു, നിന്നെ അർജുൻ അന്വേഷിക്കണ്ടായിരുന്നു കുറച്ചു നേരം മുന്നേ അവിടെ. അയ്യോ, എന്തിന്? എനിക്ക് പോകാൻ പേടിയാ. എന്തിരുന്നാ ഇന്നലെ കാണിച്ചു കൂട്ടിയതൊക്കെ? ഇപ്പൊ എന്താ? അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. എവിടെയായിരുന്നു പിന്നെ? എത്ര നേരമായി നോക്കി നിൽക്കണോ? വാ, ക്ലാസ്സിൽ പോവാം. ഋതു, എന്നാ ഞങ്ങൾ പോട്ടെ. ക്ലാസ് കഴിയുമ്പോ ഞങ്ങൾ വന്നേക്കാം. അയ്യോ, ക്ലാസ് കഴിഞ്ഞാൽ ഋതു ഫ്രീ ആയിരിക്കില്ലല്ലോ. അതെന്നാ? വല്ല കാര്യം ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് അവിടെ മിണ്ടായിരുന്നാ പോരായിരുന്നു. പോടാ പട്ടി. ഋതു അർജുൻ്റെ കൂടെ പോയി, ആലിസ് ഇപ്പൊ എന്റെ കൂടെ പോകും. നീ വേണമെങ്കിൽ എന്റെ കൂടെ പോന്നേക്ക്. വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ. അയ്യാ, അത് സാരല്ല. ഇപ്പൊ തൽക്കാലം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോളാം. ശരി എന്നാ. എടി കുട്ടി, ഇത്ര നല്ല അവസരം വരെ കിട്ടാനില്ല. വേണമെങ്കിൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവനെ സെറ്റാക്കി വളച്ചെടുക്കാൻ പറ്റും. അത് തന്നെ, പൊട്ടനായോണ്ട് എല്ലാം വിശ്വസിച്ചോളും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. അത് സാരല്ല. നീ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരുന്നോ? അങ്ങനെ പറയല്ലെന്നേ, ഞാൻ വരാ. അങ്ങനെ പറയൂന്നേ. എന്നാ ഈ ബാഗ് പിടിച്ചോ. ശരി ചേട്ടാ, വേറെ എന്തെങ്കിലും വേണോ? ഇപ്പൊ തൽക്കാലം പ്രത്യേകിച്ച് എനിക്കൊന്നും വേണ്ട. ക്ലാസ്സിൽ പോവാം. ഋതു, എടി ടിബുലെ, ഞാൻ നിന്നെ അല്ല വിളിക്കണേ. ഇങ്ങനെ നോക്കി. എന്തുവാണ് ആൾക്കാരേക്കും പതുക്കെ? ഞാൻ നിന്നോട് തന്നെയല്ലേ പറഞ്ഞ എത്ര നേരം നിന്നോട് നോക്കാൻ. എന്താ മോയെ നിനക്ക് വേണ്ടേ? ഒന്നുമില്ല, എഴുതിക്കോ. അപ്പൊ നീ പറഞ്ഞില്ലായിരുന്നു, ഞാൻ എഴുതത്തില്ലായിരുന്നല്ലോ. അവൾ അടുത്തിരിക്കണമെന്നും പറഞ്ഞ് തൊടലും പിടിക്കലൊന്നും വേണ്ടട്ടാ. അത് അതിലും വലിയ പണി കിട്ടും നിനക്ക്. അതിന് നീയല്ല ഞാൻ. അത് തന്നെ കാര്യം, ഞാനല്ല നീ. അതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത്. പോട പട്ടി, എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം. അതെനിക്ക് നിന്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ. കൊറേ നാള് നോക്കിയിരുന്ന് കിട്ടിയതല്ലേ, അപ്പൊ നോക്കി പോവില്ലേ? എന്നാ പിന്നെ ഒരു മയത്തിലൊക്കെ നോക്കിക്കൂടെ? ഇത് എന്തുവാണ്? പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നീ എന്താ കടിച്ചു കയറി തിന്നാൻ നിക്കണമല്ലുണ്ട്. എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. എന്തെന്ന്? ശരിക്കും എനിക്ക് അവളെ കടിക്കാൻ തോന്നുന്നുണ്ട്. അന്നാ ഒരു കടി അങ്ങ് വെച്ചു കൊടുക്ക. പറഞ്ഞപ്പത്തേനും കടിച്ച. എന്തുവാടാ അവിടെ ഒച്ചയും വേളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? അല്ല മിസ്, എനിക്ക് മനസ്സിലായില്ല. എന്ത് മനസ്സിലായില്ലെന്ന്? തന്നോട് നോട്ട് എഴുതാനല്ലേ പറഞ്ഞത്? മിസ്, എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. എന്തെങ്കിലും കാണിക്ക്, വേഗം പോയേച്ചിങ് വാ. എന്തിനാടാ അവളെ കാറിയേ? അതൊരു കടി കിട്ടിയതാ. എന്തെന്ന്? കടിയാ? എന്തേ കടീന്ന് കേട്ടിട്ടില്ലേ? വാ വെച്ച് കടിക്കുന്നത്. എന്തുവാടാ നീ പറയുന്നേ? എന്തോന്ന്? നിനക്ക് വേണോ കടി? തരുവോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ മുത്തേ? ഞാൻ തരത്തില്ലേ നിനക്ക്. പരിപ്പടയും പഴംപൊരിയും മതി. പോകുമ്പോ മേടിച്ചെന്നാലും മതി. എന്തെന്ന്? പരിപ്പടയും പഴംപൊരിയെന്ന്. നല്ല ബെസ്റ്റ് ആളോടാ പറഞ്ഞത്. മോനെ അർജുനെ, അവളുടെ സ്കിൻ എന്ത് സോഫ്റ്റ് ആണെന്നറിയോ? എന്റെ പല്ല് കുഴിഞ്ഞു പോയി. നിന്നോടാരാ പറഞ്ഞപ്പോ തന്നെ പോയിരുന്ന് കടിക്കാൻ പറഞ്ഞേ? ഞാനേ ഒന്ന് അവളുടെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ എന്താ ചോദിച്ചത്? അവൻ എന്താ പറഞ്ഞു? ഡാ എങ്ങോട്ടാ പോണേ? പട്ടി എന്നടുക്കാണ് ഇവിടെ. നീ എന്തിനാണ് എന്റെ ക്ലാസ്സിൽ വെച്ച് കടിച്ചത്? നീ ഇപ്പൊ എന്റെ ഗേൾഫ്രണ്ടാ, അതുകൊണ്ട് നിനക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല. എനിക്ക് നല്ലോണം വേദനിച്ചു, അറിയാവോ? ചുവന്ന് കിടക്കും. എനിക്ക് വേദനിച്ചിട്ട് രക്ഷയില്ല. അച്ചോടി വേദനിച്ചോ? സോറി പൊന്ന. എന്ത് സോറി? എനിക്ക് നല്ല രീതിക്ക് വേദനിച്ചു. പിന്നെ ആൾക്കാര് കണ്ട എന്ത് പറയും? കടി കിട്ടിയതാന്ന് പറയണം. അയ്യാ, ആര് കടിച്ചാന്ന് പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? ഞാൻ കടിച്ചാന്ന് പറയണം. ഞാൻ ആൾക്കാരെ മുഖത്ത് എങ്ങനെ നോക്കാനാ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ? ഞാൻ ഇങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കുന്ന. മോന് ഒരുപാട് എന്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണ്ട. പ്രകടിപ്പിച്ച അപ്പൊ ഞാനും ആ സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കും. അല്ല, നീ വീട്ടിട്ട് വരുന്നുണ്ടോ? ആരുടെ? എന്റെ വീട്ടിട്ട്. അല്ലാണ്ട് പിന്നെ ഞങ്ങളാ. പോടാ അവിടെ നിന്ന്. എന്നാലും ഞാൻ വരുന്നില്ലാന്നല്ലേ പറഞ്ഞേ? എന്താ ഇത് നീ ഇങ്ങനെ? ഒന്ന് വാടി. വന്നിട്ട് എന്തിനാ? ചുമ്മാ വെറുതെ ഒന്ന് പോവാന്നേ. അതിന് നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എങ്ങനെ നോക്കണു? വാടി പെണ്ണേ, നമുക്ക് പോയേച്ചും വരാം. ആരും അറിയില്ല. പോടാ.
നീ വേറെ വല്ല ആളെ വിളിച്ചോണ്ട് പോ. പോവല്ലേടി വേണേ നിക്ക്. അമ്മ ദേവിക ആവശ്യം എന്നൊന്ന് രക്ഷിക്കടി ഈ കാലന്റെ അടുത്തുനിന്ന്. പാവം. നാമ എന്താണ് ഈ കാണുന്നത്? അല്ല, നീ എന്തേ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഞാൻ ജാക്സന്റെ കൂടെ പുറത്ത് വയ്ക്കായിരുന്നു. ജാക്സന്റെ കൂടെ തന്നെയാണല്ലോ അല്ലേ? ഹിഹി, കണ്ടുപിടിച്ച്. ജെസ്സിയുടെ കൂടെയായിരുന്നു. തോന്നി എനിക്ക്. നിനക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ പുറത്തു വരാൻ പറ്റില്ല. ബാക്കി പെണ്ണുങ്ങളുടെ ഇടയിലൊക്കെ നടക്കാൻ കുഴപ്പമില്ല. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും എന്നെ തന്നെ വേണം. ഞാൻ ബിസി ആയിപ്പോയി. എല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് തീരെ സമയം കിട്ടാറില്ല. പിന്നെ അവരെന്നെ നിർബന്ധിച്ചു, അതാ. ഞാൻ പോണെന്ന്. അവൻ ശരിക്കും അങ്ങനെയൊക്കെ പറയോ? എന്നിട്ട് നീ എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ വരാൻ പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ രാത്രി വരാം, നീ വാല് തുറന്നിട്ടാ മതി, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞാൽ. എന്റെ മോളെ ശരിക്കും സീൻ പൊടി വെട്ടിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് അപ്പൊ തന്നെ ഓടുക. അതാരോ പറഞ്ഞു നീ ഒറ്റ ഓട്ടോ ഓടിയെന്ന്. അല്ല, അവൻ എന്തിനാ നിന്നെ കടിച്ചേന്ന് പറഞ്ഞോ? അവൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണേന്നത്രേ. കടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാൻ പോട്ടെ, സിദ്ധാർത്ഥ എനിക്ക് പഴംപൊരിയും പരിപ്പോടെയും മേടിച്ചു തരാന്ന് പറയണ്ടായി. എപ്പാ? അയ്യോ, പറയാൻ പറഞ്ഞു, അവനെനിക്ക് മേടിച്ചു തരാന്ന് പറയണ്ടായി. അയ്യോ, അവനല്ലേ വല്ല വിഷമൊക്കെ കലക്കിയിട്ടായിരിക്കും തന്നത്. അതാ എത്ര സ്നേഹം. എനിക്ക് തോന്നല്ല ഇനി ചെയ്യും അങ്ങനെ. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ലടി. ഒന്നങ്ങ് നോക്കി, ഞാൻ അവസാനമായിട്ട് എന്റെ കുഞ്ഞിനെ മോന്ന് ഒന്ന് കണ്ടോട്ടെ. എന്തു വാടി ഇങ്ങനെ? സിദ്ധു. ആരാ? ഞാനാ ദേവിക. എന്നാടി? നീ മറന്നു, നീ എനിക്കൊരു കൂട്ടം മേടിച്ചതാന്ന് പറഞ്ഞു. എന്തെന്നാ? ഞാൻ ഓർക്കുള്ളല്ലോടി. പരിപ്പോടും പഴംപൊരിയും മേടിച്ചു തരാൻ നീ പറഞ്ഞായിരുന്നു. അയ്യോ, ഈ പിശാച് സീരിയസ് ആയിട്ട് എടുത്തത്. എന്ത് ചെയ്യും? ഓഹോ, അപ്പൊ നിനക്ക് ഇവക്ക് മേടിച്ചു കൊടുക്കാൻ കാശുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? 10 പൈസ ഇല്ലാന്നല്ലേ? ഇത് മിണ്ടാതെ അടങ്ങിയിരുന്നോട്ടോ. നീ കാരണം ഇത് സംഭവിച്ചത്. നിന്റെ രാവിലത്തെ കടിയുടെ ബാക്കിയത് കാണുന്നത്. ഓ, അതിന്റെ ബാക്കിയാണോ? എന്നാ നടക്കട്ടെ. ഓ, അതാണോ? അതിപ്പോ സിത്തു പറഞ്ഞോളൂ, ദേവിക്ക് കടയില് കടി മേടിക്കാൻ പോണം. അപ്പൊ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാനപ്പോ പറഞ്ഞു പോടാന്ന്. അപ്പൊ സിദ്ധാർത്ഥ പറഞ്ഞല്ലോ അവൻ ഓർക്കുന്നില്ലാന്ന്. ചുമ്മാ വെറുതെ നിന്നെ പറ്റിക്കാം. വെറു ഷോ. നിനക്ക് വേണ്ടി അവൻ പോവാൻ നിന്നത്. ആണോ സിദ്ധു? സിദ്ധു എന്ത് സ്വീറ്റ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടാ. അതെ അതെ, വന്നിട്ട് കാണിച്ചു തരാട്ടോടോ പിശാചുക്കളെ. അവനെപ്പോഴാ ദേവിക്ക് പരിപ്പോഴും പഴംപൊരി മേടിക്കാൻ പോവാന്ന് പറഞ്ഞേ? ആവോ, എനിക്കറിയാവോ. പിന്നെ എന്താ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ? എപ്പൊ നോക്കിയാലും അതെ. 10 പൈസ അനക്കൂല. ഇങ്ങനെയെങ്കിൽ 5 രൂപയെങ്കിൽ 5 രൂപ അനക്കട്ടെ എന്ന് വിചാരിച്ച. ഓ, എന്റെ മോനെ സമ്മതിച്ചു. നമ്മളോടാ അവന്റെ കളി. ചേട്ടാ, ഒരു പഴംപൊരിയും പരിപ്പോടെയും. 1 അല്ല 3. 2 1 വീതം പോരെ നിനക്ക്? എന്ത് സിദ്ധു ഈ പറയുന്നത്? അവരവിടെ നിൽക്കുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് ശരിയാണോ? മാനേഴ്സ് ഉള്ളവർ കാണിക്കുന്ന പരിപാടിയാണ്. എന്നാലും സിദ്ധു എങ്ങനെയാന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ചേട്ടാ, 2 3 വീതം. താങ്ക് യു സിദ്ധു, യു ആർ സോ സ്വീറ്റ്. അതൊന്നും സാരമില്ല ദേവട്ടി. വാക്ക് എന്താ, അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ. അത്രയായിട്ട് കണ്ടാ മതി. ഈ കാലത്ത് സിദ്ധുവിനെ പോലുള്ള ആൾക്കാർ ഭയങ്കര റയർ ആണ്. എന്തൊരു കെയറിങ്ങാ സിദ്ധു. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ചിറ്റിക്കും ചാച്ചനും വെളിച്ചനും എല്ലാവർക്കും ഇതേ സ്വഭാവം. എല്ലാവർക്കും ഭയങ്കര കെയറിങ് എല്ലാവരോടും. സിദ്ധുവിന്റെ ഫ്യൂച്ചർ വൈഫ് എന്തിലൊക്കെ ഏറ്റവും നല്ല കെയറിങ് ഉള്ള ഫാമിലിയിട്ടല്ലേ വരുന്നത്. പിന്നെ സിദ്ധുവിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആലക്കികളാവാൻ താല്പര്യമുണ്ടോ? ശരി സിദ്ധു, പോട്ടെ എന്നാ. പഴംപൊരി തണുത്തു പോവും. ആടി, ശരിയെന്നാ പൊക്കോ. ബൈ സിദ്ധു, ഐ ലൈക്ക് യുവർ ഷർട്ട്. മക്കളെ, ചേച്ചി എന്താ കൊണ്ടുവന്നേക്കണേ നോക്കൂ. ഓ, എന്റെ മോളെ പരിപാടി. എനിക്ക് തടി 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 തടി. ചൂട്. അവൻ നിനക്ക് ഇത്രയും മേടിച്ചാന്നോ? ഓ എന്റെ മോളെ, പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അത് നാളായെന്ന് പറയുന്നത്. കുറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും കഴിക്കാൻ പോകുന്നു. അയ്യേ, ഈ വേളപ്പിള്ളെല്ലാം ആർത്തി പിടിക്കില്ലേ. പതിക്കെ കുറച്ച് മാനേഴ്സോടെ. ഇത്രയും അവൻ നിനക്കൊരു കാര്യമില്ലാണ്ട് മേടിച്ചു തന്നോ? വെറുതെ ഒന്നല്ല, ഞാനൊരു വലയിട്ട് അവൻ കുരുങ്ങി അത്ര. എന്തെന്ന്? ഓ, അതൊക്കെ ഞാൻ പോണ വഴി പറഞ്ഞുതരാം. ഇപ്പൊ അതിൽ കഴിക്കാൻ നോക്ക്. എവിടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടോ. ഇവൻ എപ്പോഴാണ് നിനക്കിത് മേടിച്ചു തരാന്ന് പറഞ്ഞു? അത് നീ ക്ലാസ്സിൽ വെച്ച് കാറിയില്ലേ അർജുൻ കടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നീ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവനോട് ചോദിച്ചു എന്തിനാ നീ കരയുന്നത്. അപ്പൊ അവൻ പറഞ്ഞു കടി കിട്ടിയിട്ടാന്ന്. എന്നിട്ട് എന്നോട് വേണോന്ന് ചോദിച്ചു കടി. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെന്ന്. അന്നേരം അവൻ അത് കാരണം മേടിച്ചു തന്നു. എടി പൊട്ടി, അവൻ നിന്നെ കടിക്കട്ടേന്ന് ചോദിച്ചത്, അല്ലാണ്ട് കടി വേണോന്നല്ല. അയ്യേ, നാണം കെട്ട്. അവൻ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും?
നീ മണ്ടിയല്ല മണ്ടിയാന്ന് അവന് മനസ്സിലായി കാണും എന്റെ മോളെ. ഇത്തിരി നാണം കേട്ടാലെന്താ, തിന്നാൻ കിട്ടിയില്ല അതുപോരെ. എടി പോടി അവളെന്ന് അമ്മാതിരി ഷോ അവിടെ കിടന്ന് ഇറങ്ങിയിട്ട് ഞാനാ നാണം കെട്ടെ.